0.25 ഹോൾഘാതം 6നെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.25 ഹോൾഘാതം 2 കിട്ടും? ചോദ്യത്തിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ന് വരുമ്പോൾ ഉത്തരം കാണാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് ശേഷമുള്ളതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്നതിന് മുമ്പുള്ളത് കൊണ്ട് ഹരിക്കുക. അപ്പോൾ 0.25 ഹോൾഘാതം 2 ബൈ 0.25 ഹോൾഘാതം 6. കൃത്യംഗ നിയമത്തിൽ പറയണത് ഏഘാതം എം ബൈ ഏഘാതം എൻ സമം ഏഘാതം എം മൈനസ് എൻ. അതായത് ഒരേ പാദസംഖ്യ വരുമ്പോൾ ഇവിടെ ഒരേ പാദസംഖ്യയാണ്, ഹരണചിഹ്നം വരുമ്പോൾ ഇവിടെ ഹരണചിഹ്നമാണ്. ആ പാദസംഖ്യ എടുത്ത് എഴുതിയിട്ട് അതുപോലെ ഇവിടുത്തെ പാദസംഖ്യ എന്താ 0.25 എന്നെഴുതിയിട്ട് പാദസംഖ്യ എഴുതി അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേദത്തിൻ്റെ കൃതി കുറയ്ക്കുക എം മൈനസ് എൻ. അതുപോലെ അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേദത്തിൻ്റെ കൃതി കുറയ്ക്കുക 2 4 കുറച്ച -4. നമുക്ക് ഈ 0.25നെ 25/100 എന്ന് എഴുതാം. കാരണം 25നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 2 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയത് കിട്ടും. ഇനി അതിൻ്റെ കൃതിയായിട്ട് -4 മാറ്റല്ലേ, അതുപോലെ എഴുതി. കൃത്യംഗ നിയമം എ ബൈ ബി ഹോൾഘാതം -m എന്നാണെങ്കിൽ, അതായത് ഒരു ഭിന്നസംഖ്യ അതിന് നെഗറ്റീവ് കൃതി വന്നാൽ നമുക്ക് നെഗറ്റീവ് കളയാൻ ഇതിൻ്റെ വിക്രമം എഴുതിയാൽ മതി. എന്തെഴുതിയാൽ മതി? ബി ബൈ എ ഹോൾഘാതം m. അപ്പോൾ കൃതി നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ബൈ ബിനെ തിരിച്ചിട്ടു, റെസിപ്രോക്കൽ എഴുതി, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നങ്ങൾ കളഞ്ഞെഴുതി. അതുപോലെ 25/100നെ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചിടുക. 100/25 എഴുതിയിട്ട് ഹോൾഘാതം നെഗറ്റീവ് ചിഹ്നം കളയുക 4. 100/25 എത്രയാണ്? 4 4. 4 4 എത്രയാണ്? 4 × 4 × 4 × 4. 4 4 തവണ ഗുണിക്കുക. 4 × 4 16, × 4 64, × 4 256 ആണ് ഉത്തരം. അതായത് 0.25 ഹോൾഘാതം 6നെ 256 കൊണ്ട് ഗുണിച്ചാലാണ് 0.25 ഹോൾഘാതം 2 കിട്ടുക.